ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ വാൾ സ്റ്റിക്കേഴ്സിനെ കുറിച്ചാണ്. വാൾ സ്റ്റിക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ അറിയാം, നമ്മുടെ ചുമരുകളിനെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഒട്ടിക്കുന്ന ഒരു തരം പേപ്പറുകളാണ് വാൾ സ്റ്റിക്കേഴ്സ്. ഇത് ഒട്ടിക്കുമ്പോഴും അതുപോലെ തന്നെ റിമൂവ് ചെയ്യുമ്പോഴും ഒന്നും നമ്മുടെ ചുമരുകൾക്ക് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. ചുമരുകളുടെ കളർ ഇളകിപ്പോരോ അല്ലെങ്കിൽ ആ പശ അവിടെ ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ഉണ്ടാവില്ല. വളരെ നീറ്റായിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് റെൻറ്റഡ് അപ്പാർട്ട്മെൻറ്റൊക്കെ ആകുമ്പോൾ നമുക്ക് ആണി അടിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ വാൾ സ്റ്റിക്കറുകൾ ഒരു നല്ല മാർഗ്ഗമാണ്, വീട് അലങ്കരിക്കാൻ ഒരു നല്ല മാർഗ്ഗമാണ്. ഓൺലൈൻ ഷോപ്പുകളിലും കടകളിലും ഒക്കെ പല വെറൈറ്റി വാൾ സ്റ്റിക്കേഴ്സ് ഇന്ന് അവൈലബിൾ ആണ്. കുറച്ച് വലിയ വാൾ സ്റ്റിക്കേഴ്സ് മേടിക്കുമ്പോൾ ഇതുപോലെ റോളായിട്ടാണ് കിട്ടുക, അല്ലെങ്കിൽ ചെറിയ ഷീറ്റ് പോലെ കിട്ടും. ഇതിപ്പോൾ ഒരു മോൻ്റെ റൂമിൽ ഒട്ടിക്കാൻ വേണ്ടി മേടിച്ചിട്ടുള്ള ഒരു വാൾ സ്റ്റിക്കറാണ്. ഇതിൽ ഒരു ചെറിയ പാർട്ടിൽ ഈ ചിത്രം ഫുള്ളായിട്ട് വരുമ്പോൾ ഉണ്ടാവുന്ന രൂപം ഒരു സ്റ്റിക്കറായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അത് നോക്കിയിട്ട് നമുക്ക് ബാക്കി എല്ലാതും അറേഞ്ച് ചെയ്യാൻ പറ്റും. ഓരോ പടത്തിന് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ടായിരിക്കും, അപ്പോൾ അത് വെച്ചിട്ടും നമുക്ക് അറേഞ്ച് ചെയ്യാം. കുട്ടികളുടെ റൂമിലേക്ക് നല്ല കളർഫുൾ ആയിട്ടുള്ള വാൾപേപ്പറുകളാണ് കുറച്ചുകൂടി ഭംഗിയായിരിക്കുക. ഇതിപ്പോൾ ലിവിങ് റൂമിലേക്ക് മേടിച്ചിട്ടുള്ള ഒരു വാൾ സ്റ്റിക്കറാണ്. ഇതൊരു സ്ട്രീറ്റ് ലൈറ്റും ക്ലോക്കും ഒക്കെ കൂടിയിട്ടുള്ള ഒരു വാൾ സ്റ്റിക്കറാണ്. ഇതിൻ്റെ മുഴുവനായിട്ടുള്ള രൂപമാണ് ഇത്. ഈ സ്റ്റിക്കർ മുഴുവനായിട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇതുപോലെയാവും. അപ്പോൾ അത് ആദ്യം തന്നെ ചുവരും ഒട്ടിച്ച് വയ്ക്കുക. അത് റിമൂവ് ചെയ്യുമ്പോഴും ചുവരുകൾക്ക് യാതൊരുവിധ കുഴപ്പവും ഉണ്ടാവില്ല. അപ്പോൾ ആദ്യം അത് അവിടെ ഒട്ടിച്ച് വയ്ക്കുക. അത് നോക്കിയിട്ട് നമ്മൾ ബാക്കിയെല്ലാം ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്യുക. പിന്നെ വാൾ സ്റ്റിക്കർ ഒട്ടിക്കുമ്പോൾ ഒറ്റയ്ക്ക് ഒട്ടിക്കാതെ ആരുടെയെങ്കിലും സഹായത്തോടു കൂടി ഒട്ടിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം ഓരോ സ്റ്റിക്കർ ഒട്ടിക്കുമ്പോഴും അത് ഭംഗിയായിട്ട് ഒട്ടിച്ചില്ലെങ്കിൽ അതിന് ചുളിവുകൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഭാഗം ഒരാൾ പിടിച്ച് മറ്റേ ഭാഗം മറ്റൊരാൾ പിടിച്ച് അങ്ങനെ ഭംഗിയായിട്ട് മറ്റൊരാളുടെ സഹായത്തോടു കൂടി ഒട്ടിക്കുമ്പോൾ വേഗം പണിയും കഴിയും. നല്ല ഭംഗിയായി നല്ല നീറ്റായിട്ട് നമുക്കത് ഒട്ടിക്കാനും പറ്റും. പിന്നെ ഒരു പിക്ചറിൻ്റെ കുറേ പാർട്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത പാർട്സ് അല്ലെങ്കിൽ അത് വേണ്ട, അത് ഒട്ടിക്കണ്ട എന്ന് വേറെ സ്ഥലത്ത് ഒട്ടിക്കാം, അങ്ങനെയുള്ള രീതിയിലും നമുക്ക് വാൾ സ്റ്റിക്കർ ഒട്ടിക്കാം. ഇപ്പം ഞാനിതിൽ ക്ലോക്കൊന്നും ഒട്ടിച്ചിട്ടില്ല, അത് വേറെ എവിടെയെങ്കിലും ഒട്ടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഒട്ടിച്ചിട്ടില്ല. അതുപോലെ തന്നെ നിങ്ങൾക്കും അത് എടുത്തു വയ്ക്കാം. പിന്നീട് എപ്പോഴെങ്കിലും വേറെ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഒട്ടിക്കണമെങ്കിൽ സ്റ്റിക്ക് ചെയ്യണമെങ്കിൽ സ്റ്റിക്ക് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ മോൻ്റെ റൂമിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റിക്കറാണ്. അപ്പോൾ അതിൻ്റെ മുഴുവനായിട്ടുള്ള രൂപം ഇങ്ങനെയാണ്. അത് ആദ്യം തന്നെ ഒരു വാളും ഒട്ടിച്ചു വെച്ചു. അതിന് ശേഷം വാൾ സ്റ്റിക്കർ ഒട്ടിക്കുകയാണ്. നമ്മളെപ്പോഴും ബേസ് ശരിയായിരിക്കാൻ നോക്കുക. ആദ്യത്തെ ലെവൽ കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ബാക്കി അതിൻ്റെ മുകളിലേക്കുള്ള വാൾ സ്റ്റിക്കറുകളൊക്കെ ഒട്ടിക്കുമ്പോൾ ഓരോ സ്റ്റിക്കർ ഒട്ടിക്കുമ്പോഴും വളരെ നീറ്റായിട്ട് കിട്ടും. അല്ല അടിയിലത്തെ ഏറ്റവും ബേസ് ചെരിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ അത് ചുളിവുകൾ വരികയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് എന്ത് ഒട്ടിച്ചാലും അത് കറക്റ്റായിട്ട് തോന്നില്ല. അപ്പോൾ എപ്പോഴും ബേസ് നല്ല കറക്റ്റായി നല്ല ലെവലായിട്ട് ഒട്ടിക്കാൻ ശ്രമിക്കണം. കുറച്ച് ക്ഷമ എടുത്ത് ഒട്ടിക്കാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ നമുക്ക് തീരെ ക്ഷമയില്ലെങ്കിൽ അത് ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ഭംഗി ഉണ്ടാവില്ല കാണാൻ. ഇതുപോലുള്ള വാൾ സ്റ്റിക്കേഴ്സ് ഒട്ടിക്കുന്നതിൻ്റെ മറ്റൊരു ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികൾ എപ്പോഴും പാൻ കൊണ്ടും ക്രയോൺസ് കൊണ്ടൊക്കെ കുത്തി വരച്ചിട്ട് വാളുകളൊക്കെ വൃത്തികേടായിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. ചെറിയ കുട്ടികളുടെ വീടുകളിലൊക്കെ ഇത് സ്ഥിരം കാഴ്ചയാണ്. അപ്പോൾ അതൊക്കെ കാണാതിരിക്കാനും ആ ചുമരുകളൊക്കെ വൃത്തിയാക്കാനും ഇങ്ങനത്തെ വാൾ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഒരു നല്ല സൂത്രപ്പണിയാണ്. ഇനി നിങ്ങൾക്ക് ഓൺലൈനിൽ അല്ലെങ്കിൽ കടകളിൽ നിന്ന് വാൾ സ്റ്റിക്കർ മേടിക്കേണ്ട, തനിയെ ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലെ സാധാരണ നമ്മുടെ ചാർട്ട് പേപ്പർ ഉപയോഗിച്ചിട്ടും ഇതുപോലെ വാൾ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാവുന്നതാണ്. 15 രൂപ തൊട്ട് ചാർട്ട് പേപ്പേഴ്സ് അവൈലബിൾ ആണ്. ഇങ്ങനെ കളർഫുൾ ആയിട്ടുള്ള ചാർട്ട് പേപ്പറുകളോ അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചാർട്ട് പേപ്പറുകളോ ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ആദ്യം പിക്ചർ ഡ്രോ ചെയ്യാം. അതിനുശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് ഇങ്ങനെയും വാൾ സ്റ്റിക്കേഴ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇനി ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങുന്നതാണ് എങ്ങനെയാണെന്ന് കാണിക്കുന്നത്. ആദ്യം ആമസോണിൻ്റെ സൈറ്റിൽ നിന്നാണ്. എല്ലാ ഓൺലൈൻ സൈറ്റുകളിലും ഇത് ലഭ്യമാണ്. ഞാൻ ആമസോണിലാണ് കാണിക്കുന്നത്. നമ്മൾ വാൾ സ്റ്റിക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് വാൾ സ്റ്റിക്കേഴ്സ് സ്ക്രീനിൽ കാണും. പല വെറൈറ്റിയുള്ള വാൾ സ്റ്റിക്കേഴ്സ് കാണാം. കളർഫുൾ ആയിട്ടുള്ളത്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ളത്, കിഡ്സ് റൂമിലേക്ക് വേണ്ടത്, കിച്ചണിലേക്ക് വേണ്ടത്, അങ്ങനെ പല വെറൈറ്റി കാണാം. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഞാൻ മേടിച്ചിട്ടുള്ള വാൾ സ്റ്റിക്കറാണ്. 79 രൂപയാണ് അതിൻ്റെ വില. അത് പല സമയത്തും പലതരത്തിലായിരിക്കും. ഓഫറുകളൊക്കെ ഉള്ള സമയത്ത് നല്ല വില കുറവിൽ നമുക്ക് കിട്ടും.
ഇതിപ്പോൾ കിഡ്സ് റൂമിലേക്ക് മോൻ്റെ റൂമിലേക്ക് മേടിച്ചിട്ടുള്ള വാൾപേപ്പറാണ്. അതിന് 69 രൂപയാണ്. ഇതുപോലെ പല റേഞ്ചിലുള്ള 100 രൂപയ്ക്കൊക്കെ താഴെ തന്നെ ഇഷ്ടം പോലെ വാൾ സ്റ്റിക്കറുകൾ അവൈലബിൾ ആണ്. ഇനി ഓരോ റൂമിൻ്റെയും സെപ്പറേറ്റ് അടിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് വേണ്ട മാത്രം ഉള്ള വാൾ സ്റ്റിക്കർ കിട്ടും. ഇപ്പോൾ ലിവിംഗ് റൂം വാൾ സ്റ്റിക്കേഴ്സ് എന്ന് അടിച്ചാൽ അങ്ങനെയുള്ള വാൾ സ്റ്റിക്കറുകൾ മാത്രമായിട്ട് വരും. കിഡ്സ് റൂം എന്ന് അടിച്ചു കഴിഞ്ഞാൽ കിഡ്സ് റൂമിലേക്ക് വേണ്ടത് മാത്രം വരും. കിച്ചൺ എന്ന് അടിച്ചു കഴിഞ്ഞാൽ കിച്ചണിലെ വാൾ സ്റ്റിക്കേഴ്സ് മാത്രമായിട്ട് കാണിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് വാൾ സ്റ്റിക്കറുകൾ ഓൺലൈനിൽ നിന്ന് വാങ്ങാം. ഇപ്പോൾ ഓൺലൈനിൽ നമുക്ക് ഒരു വാൾ സ്റ്റിക്കർ വാങ്ങാൻ നമ്മളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അതിൽ തന്നെ കാണിച്ചിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ലെങ്ത്ത് എത്രയാണ്, അതിൻ്റെ വിഡ്ത്ത് എത്രയാണ്, അതെങ്ങനെയാണ് ഒട്ടിക്കേണ്ടത്, എങ്ങനെയാണ് റിമൂവ് ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് നമുക്ക് അവർ ഡെലിവറി ചെയ്യുക, എല്ലാ ഡീറ്റെയിൽസും ഓൺലൈനിൽ കാണിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമുക്കത് വായിച്ച് നോക്കിയിട്ട് നമുക്കതുപോലെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. വളരെ ഈസി ആയിട്ട് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മുടെ ചുമരുകളിനെ ആകർഷകമാക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റും. വളരെ കുഞ്ഞു കുട്ടികൾ തുടങ്ങി വലിയവർക്ക് വരെ ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ചാർട്ട് പേപ്പറോ അല്ലെങ്കിൽ കുറച്ച് കട്ടിയുള്ള കാർഡ്ബോർഡ് കഷ്ണങ്ങളോ ഉപയോഗിച്ചിട്ട് നമുക്കിതുപോലെ വാൾപേപ്പേഴ്സ് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാവർക്കും ബൈ ബൈ.